ഞാൻ ഇപ്പം നിൽക്കുന്നത് തമ്പാനൂരാണ്. സമയം വെളുപ്പിന് 2 മണി. ഒരു നഗരം മൊത്തം ഉണർന്നിരിക്കുകയാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്കായി. പുതുവസ്ത്രമണിഞ്ഞ് പുതുകലത്തിൽ ശുഭപ്രതീക്ഷകളോടെ 3 കല്ലിൽ കൂട്ടിയ അടുപ്പിൽ പഞ്ചഭൂതങ്ങളെ സാക്ഷിയാക്കി പൊങ്കാല ഇടാൻ വേണ്ടി മണിക്കൂറുകൾക്ക് മുന്നേ കാത്തിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ. അനന്തപുരി ഒട്ടാകെ തിക്കും തിരക്കും. ഇഷ്ടവരദായിനിയും ക്ഷിപ്രപ്രസാദിനിയുമായ ആറ്റുകാലമ്പയ്ക്ക് പൊങ്കാല നിവേദിക്കാൻ വേണ്ടി കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും തടിച്ചുകൂടിയ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ. തിരുവനന്തപുരം നഗരത്തിൽ തിക്കും തിരക്കും ഉണ്ടാക്കി ഈ ഓടി നടക്കുന്ന ഭക്തജനങ്ങളുടെ ഒരു കൊല്ലത്തെ കാത്തിരിപ്പിന് അറുതിയാവാൻ ഇവരുടെ അടുപ്പിൽ തിരിതെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ആറ്റുകാൽ ക്ഷേത്രത്തിൽ മാത്രമല്ല, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിനായി കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നതെല്ലാം തന്നെ. പ്രായഭേദമില്ലാതെ എല്ലാ വേദനകളും മറന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്ന് ആറ്റുകാൽ ക്ഷേത്രത്തിലും പരിസരത്തും തിരുവനന്തപുരം നഗരത്തുമായി തടിച്ചുകൂടിയിരിക്കുന്നത്. ആറ്റുകാൽ അമ്മയെ ഒരു നോക്ക് കണ്ടു തൊഴാനായി മണിക്കൂറുകളോളം കാത്തിരിക്കുന്നു. ഇതും ഒരു ലഹരിയാണ്, ഭക്തി നിർഭരമായ ലഹരി. ഇനി ഈ കാഴ്ച കാണാൻ വേണ്ടി ഒരു കൊല്ലം കൂടി കാത്തു നിൽക്കണം. കുളിച്ച് ശുദ്ധിയായി പുതുവസ്ത്രം അണിഞ്ഞ് വ്രതം എടുത്ത് മനസ്സും ശരീരവും ഒരുപോലെ ശുദ്ധമാക്കി ഒരു കൊല്ലത്തെ കാത്തിരിപ്പിന് വിരാമമാകുവാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നു. ശരിക്കും ഭക്തി സാന്ദ്രമായ അന്തരീക്ഷം. അങ്ങനെ ആ സുദിനവും വന്നെത്തി. മാർച്ച് 13 വ്യാഴാഴ്ച ആറ്റുകാൽ പൊങ്കാല. ഇത്രയധികം സ്ത്രീ ഭക്തജനങ്ങൾ ഒരേ മനസ്സുകൂടി തനിച്ചുകൊടുന്ന അനന്തപുരിയുടെ സ്വന്തം ഉത്സവമായ ആറ്റുകാൽ മഹോത്സവം. അങ്ങനെ ആറ്റുകാൽ പൊങ്കാലയും വന്നെത്തി കഴിഞ്ഞു. മണിക്കൂറുകൾക്കകം ഇവരുടെ പൊങ്കാല കലങ്ങളിൽ തിരിതെളിയും. ഒരു കൊല്ലത്തെ കാത്തിരിപ്പിന് വിരാമമാകും. അന്തരീക്ഷം ഭക്തിപൂർണമാകും. ആറ്റുകാൽ അമ്മ